നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ സംഘർഷം. ചാണ്ടി ഉമ്മൻ MLA ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മെഡിക്കൽ കോളേജുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ BJP തൊടുപുഴയിലും ചെറുതോണിയിലും സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷം. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ച സൂചനാ പണിമുടക്ക് നടത്തും. സമരം 140 കിലോമീറ്ററിലധികം ദൂരം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, വിദ്യാർത്ഥി കൺസെഷൻ പുനർപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ഇടുക്കിയിൽ ജീപ്പ് സഫാരിക്ക് നിരോധനം. ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയത് അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ. നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ടൂറിസം മേഖലയിൽ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന ജീപ്പ് സഫാരികൾക്ക്. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വാർഡും ലേബർ റൂമും പ്രവർത്തിക്കുന്നത് ബലക്ഷയം വന്ന കെട്ടിടത്തിലെന്ന് പരാതി. കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളൽ രൂപം കൊണ്ടിട്ടുള്ള സ്ഥിതി. ആശുപത്രിയിലെ പ്രസവ വാർഡ് സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റാൻ നടപടി സ്വീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് A. രാജ MLA. വിശദമായ വാർത്തകളിലേക്ക്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ചാണ്ടി ഉമ്മൻ MLA ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആരോഗ്യമന്ത്രി മാത്രമല്ല, സർക്കാർ തന്നെ രാജിവെച്ചൊഴിയണമെന്ന് ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് അപകടം ഉണ്ടായതിന് പിന്നാലെ സംസ്ഥാനത്തെമ്പാടും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതോടനുബന്ധിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കോട്ടയത്തെ ദാരുണ സംഭവത്തിൽ ഒരു നടപടിയും ഇന്നുവരെ എടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. സോളാറിന്റെ പേരിൽ സമരം നടത്തിയവർ, ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടവർ, ഇവിടെ ഒരാൾ മരിച്ചിട്ട് അതിന്റെ ഡിനയൽ മോഡിൽ സർക്കാർ ഉണ്ടായിരുന്നിട്ട് മന്ത്രിമാര് പച്ചക്കള്ളം പറയേണ്ട സാഹചര്യം വന്നിട്ട് അവർ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടാന്നാ പറയുന്നത്. എന്താണെങ്കിലും അവർ പറയേണ്ട സാഹചര്യം ഉണ്ടായി. ഇതുവരെ ഒരു നടപടി പോലും എടുത്തിട്ടില്ല. കേരളത്തിലെ സർക്കാരിന്റെ ഉത്തരവാദിത്തം ഇതാണ്. 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുക. ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. എത്ര രൂപ വീട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടു 25 ലക്ഷം രൂപ ജോലി ആ കുടുംബത്തെ ദത്തെടുക്കുക. ഒരു കാര്യം മാത്രം നടത്തിലോ നമ്മുടെ ആവശ്യം നടപ്പിലാക്കിയിട്ടുണ്ട്. എന്താ? ആ കുട്ടിയുടെ ചികിത്സ ചെലവ് ഏറ്റെടുക്കുന്നു പറഞ്ഞു. പക്ഷെ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഫ്രീ ചികിത്സ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേരളത്തിൽ ഭരിച്ചപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് രോഗ ചികിത്സ കൊടുക്കുന്ന സാഹചര്യം. അതിൽ വ്യത്യസ്തമായി ഒരു 300 രൂപ ദിവസം കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിന് 3,40,000 രൂപ. എന്നിട്ട് പറയാ വേൾഡ് ക്ലാസ് ചികിത്സ കൊടുക്കുന്നു. എന്ത് വേൾഡ് ക്ലാസ് ചികിത്സ? രൂപയുടെ ചികിത്സ കൊടുക്കുന്ന പ്രൈവറ്റ് ആശുപത്രി അങ്ങനെയല്ലേ? പക്ഷെ പ്രൈവറ്റ് ആശുപത്രിക്ക് ഇല്ലാത്ത എന്ത് പരീക്ഷയാണ് ഗവൺമെന്റ് ആശുപത്രിക്കുള്ളത്? ഓർത്തു നോക്കൂ. ഇവിടെ ഒരു പ്രൈവറ്റ് ആശുപത്രി ഇതേപോലെ ഇടിഞ്ഞു വീണാൽ അതിന്റെ MD-ക്കെതിരെ, അതിന്റെ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കില്ലേ? ഇവിടെ ഒരു നടപടി പോലും ഇല്ല. ക്രിമിനൽ കേസ് ഒന്നും പറയുന്നില്ല. ഒരു നടപടി പോലും, ഇതിന്റെ ഉത്തരവാദികൾ ആരാന്ന് കണ്ടുപിടിച്ചൊരു നടപടി പോലും എടുക്കുന്നില്ല. ആശുപത്രിയിലെ പ്രശ്നങ്ങളുടെ കുറ്റം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ചുമലിൽ വയ്ക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. ആരോഗ്യമന്ത്രി മാത്രമല്ല, സർക്കാർ തന്നെ രാജിവെച്ച് ഒഴിയണമെന്നും ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു. സമരത്തെ തുടർന്ന് ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ചാണ്ടി ഉമ്മൻ MLA ഉൾപ്പെടെയുള്ളവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. DCC പ്രസിഡന്റ് CP മാത്യു, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെയും ആരോഗ്യ മേഖലയെ തകർത്ത പിണറായി സർക്കാരിനെതിരെയും BJP ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് മാർച്ചും ധർണയും നടത്തി. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ സമരം ഉദ്ഘാടനം ചെയ്തു.
മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെയും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർത്ത പിണറായി സർക്കാരിനെതിരെയുമാണ് BJP ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ചെറുതോണി സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മെഡിക്കൽ കോളേജ് കവാടത്തിൽ പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിന് വഴിതെളിച്ചു. തുടർന്ന് നടന്ന ധർണയിൽ BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥയ്ക്ക് LDF-നും UDF-നും ഒരേപോലെ പങ്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളമെമ്പാടും ഇതാണ് സ്ഥിതിയെങ്കിൽ ഈ മലയോര ജില്ലയിൽ സാധാരണക്കാരും പാവപ്പെട്ടവരും അധിവസിക്കുന്ന ഈ മേഖലയിൽ എന്ത് പുരോഗതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ കോളേജിൽ നടത്തുവാൻ കഴിഞ്ഞത് എന്ന് പറയുവാനുള്ള ഉത്തരവാദിത്വം പിണറായി സർക്കാരിനുണ്ട് എന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയ ശേഷം നിർത്തിപ്പോയ ഒരു മെഡിക്കൽ കോളേജാണ് ഇടുക്കി. ഇവിടുത്തെ ഭരണാധികാരികൾ, അത് കോൺഗ്രസ് ആയാലും CPM ആയാലും, ഉമ്മൻചാണ്ടി സർക്കാർ ഈ കോളേജ് കൊണ്ടുവന്നെങ്കിൽ അതിനാവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്തതിന്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനും അത് ചെയ്യാൻ കഴിഞ്ഞില്ല. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും തുല്യ പ്രതികളാണ് ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം. BJP ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ K സന്തോഷ് കുമാർ, K കുമാർ, രതീഷ് വരകുമല, ഷാജി നെല്ലിപ്പറമ്പിൽ, രത്നമ്മ ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായി. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ തകർത്ത ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. മങ്ങാട്ടുകവലിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ആശുപത്രിക്ക് സമീപം പോലീസ് തടഞ്ഞു. മാർച്ച് തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. BJP ഇടുക്കി നോർത്ത് ജില്ലാ അധ്യക്ഷൻ PP സാനു സമരം ഉദ്ഘാടനം ചെയ്തു. മേഖലാ ജനറൽ സെക്രട്ടറി ബിനു J കൈമൾ, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ്, പരിസ്ഥിതി സെൽ സംസ്ഥാന കോ-കൺവീനർ MN ജയചന്ദ്രൻ, നേതാക്കളായ ബെന്നി ജോസഫ്, NK അബു, PG രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായി. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ച സൂചനാ പണിമുടക്ക് നടത്തും. 140 കിലോമീറ്ററിൽ അധികം ദൂരം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, വിദ്യാർത്ഥി കൺസെഷൻ പുനർപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് ചൊവ്വാഴ്ച സൂചനാ പണിമുടക്ക് നടത്തുന്നത്. ബസ് ഉടമകളുടെ സംയുക്ത സമിതിയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക, തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക, ചെല്ലാൻ വഴി അമിത പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക, വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഇതിനു മുന്നേ മേഖലാ തലത്തിൽ പല രീതിയിലുള്ള സമരങ്ങൾ, പിക്കറ്റിംഗ് സമരങ്ങൾ, അതുപോലെ സെക്രട്ടേറിയറ്റ് നടയിൽ പിക്കറ്റിംഗ് സമരങ്ങൾ, ഇതൊക്കെ നടത്തിയിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു തീരുമാനവും ഉണ്ടാകാത്ത ഈ സാഹചര്യത്തിലാണ് ബസ് നിർത്തി സമരം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ബസ് ഉടമകൾ എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ വർഷങ്ങളായിട്ട് ഉന്നയിക്കുന്ന ഈ മേഖലയെ ബാധിക്കുന്ന വളരെ ഗൗരവമുള്ള വിഷയങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് പോലും ഗവൺമെൻറ് ഇതുവരെ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, 140 കിലോമീറ്ററിന് മുകളിൽ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി കൊടുക്കണ്ട എന്നുള്ള ഒരു തീരുമാനവുമായി ഗവൺമെൻറ് സുപ്രീം കോടതി വരെ കേസ് കളിച്ചിട്ട് പോലും ഹൈക്കോടതി കൃത്യമായിട്ട് പെർമിറ്റുകൾ പുതുക്കി കൊടുക്കണം എന്നുള്ള പുതിയ കോടതി ഓർഡർ നമുക്കറിയാം. അതുപോലെ പല കമ്മീഷനുകളെ ഗവൺമെൻറ് നിയോഗിച്ചാലും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടണം എന്ന് ഈ കമ്മീഷനുകളെല്ലാം ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഒരുമിച്ച് ആവശ്യപ്പെട്ടിട്ട് പോലും യാതൊരു തീരുമാനവും 15 വർഷത്തിന് മുന്നേ തീരുമാനിച്ച ഫെയറാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ഇന്നും ബസ് ഉടമകൾ ഈടാക്കുന്നത്. ഇത്തരം വിഷയങ്ങളിലൊക്കെ ശക്തമായ ഒരു തീരുമാനമെടുത്ത് ഈ വ്യവസായം സംരക്ഷിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്.
ഒരാഴ്ചയ്ക്കുള്ളിൽ തുടർ ചർച്ചകൾ നടത്തി പരിഹാരമുണ്ടായില്ലെങ്കിൽ 22-ാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ് ഉടമകളും സമരത്തിൽ പങ്കെടുക്കുമെന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ നേതാക്കൾ അറിയിച്ചു. ഇടുക്കിയിൽ ജീപ്പ് സഫാരിക്ക് നിരോധനം. അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയത്. ടൂറിസം മേഖലയിൽ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന ജീപ്പ് സഫാരികൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇടുക്കിയിലെ ജീപ്പ് സഫാരി നിരോധിച്ചുകൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവിറങ്ങിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മൂന്നാർ പോതമേട്ടിൽ വിനോദസഞ്ചാരികളുമായി പോയ ജീപ്പ് മറിഞ്ഞ് ഒരാൾ മരിച്ചിരുന്നു. ഇത്തരത്തിൽ അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ യാത്രകൾ ഏകീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നിരോധനം ഏർപ്പെടുത്തിയത്. മൂന്നാർ, തേക്കടി, വാഗമൺ, രാമക്കൽമേട്, മറയൂർ, ചതുരംഗപ്പാറ തുടങ്ങിയ വിവിധ മേഖലകളിൽ വിനോദസഞ്ചാരികൾക്കായി ജീപ്പ് സഫാരികൾ നടത്തുന്നുണ്ട്. മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഏർപ്പെടുത്തിയ നിരോധനം വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് ജീപ്പ് ഡ്രൈവർമാർ പറയുന്നു. ഞങ്ങൾ ഏകദേശം 2015 മുതലാണ് ഈ ജീപ്പ് സഫാരി ആരംഭിച്ചത്. ഞങ്ങളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ മാത്രം 20ഓളം വണ്ടികളുണ്ട്. ആ വണ്ടികൾ ഓടുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ വില്ലേജ് റോഡുകളിൽ പോയി നമ്മൾ ചെന്നൈമാക്കലോ അല്ലെങ്കിൽ ഉടുപ്പുള വാട്ടർഫാൾസിലോ ഈ പെൺപടി ഭാഗത്ത് ദർശനം നടത്തിയൊരു 3 മണിക്കൂർ തിരിച്ചു വരുന്ന ജീപ്പ് സഫാരിയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേങ്കിൽ ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഇടുക്കി ജില്ലാ കളക്ടർ, ബഹുമാനപ്പെട്ട കളക്ടർ ഒരു ജീപ്പുകൾ ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഓർഡർ വന്നതിൽ വളരെ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരു 650 കുടുംബങ്ങൾ വളരെ ദുരിതം അനുഭവിക്കുകയാണ്. ഈ ഒരു വേളയിൽ ഞങ്ങൾക്ക് ഈ ഒരു അനാവശ്യമായ ഈ ജീപ്പ് നിരോധനം ഒന്ന് പിൻവലിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ കുടുംബങ്ങളെ പട്ടിണിയിൽ നിന്ന് കരകയറ്റണമെന്ന് ഈ ഒരു വേളയിൽ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. വിവിധ മേഖലകളിൽ സബ് കളക്ടറുടെ മേൽനോട്ടത്തിൽ പരിശോധനകൾ നടത്തി സർവീസ് നടത്തുന്ന റൂട്ട്, വാഹനങ്ങളുടെ ഫിറ്റ്നസ്, ഇൻഷുറൻസ്, ദുർഘട മേഖലകളിൽ വാഹനം ഓടിക്കുന്നതിന് ഡ്രൈവർമാർക്കുള്ള പരിചയ സമ്പത്ത് എന്നിവ വിലയിരുത്തിയ ശേഷം പിന്നീട് അനുമതി നൽകുമെന്നാണ് വിശദീകരണം. എന്നാൽ നിരോധനം ഏർപ്പെടുത്താതെ പദ്ധതികൾ നടപ്പിലാക്കണമെന്നാണ് മേഖലയിൽ ഉപജീവന മാർഗം കണ്ടെത്തുന്നവരുടെ ആവശ്യം. അതേസമയം ജില്ലയിൽ മറ്റ് ആവശ്യങ്ങൾക്കായി നടത്തുന്ന ജീപ്പ് സർവീസുകളെ ഇത് എത്തരത്തിൽ ബാധിക്കുമെന്ന ഉത്തരവിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ദുർഘട മേഖലകളിലേക്കുള്ള ചരക്ക് നീക്കവും വിദൂര മേഖലകളിൽ നിന്നും ആശുപത്രി ആവശ്യങ്ങൾക്കുൾപ്പെടെയുള്ള യാത്രയ്ക്കുമൊക്കെ ജീപ്പുകളുടെ സേവനമാണ് ജില്ലയിൽ പ്രയോജനപ്പെടുത്തുന്നതെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു. അപ്പോൾ ഒരു പ്രതിസന്ധി കാലത്ത് നമുക്ക് കൈത്താങ്ങായി നിന്നവര്, നമ്മളെ ചേർത്ത് പിടിച്ചവരെല്ലാം ഈ ജീപ്പ് സവാരിക്കാരാണ്. അവരെ മറന്നു പോകരുത് എന്നും സൂചിപ്പിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളുടെ ജീവിത മാർഗമാണ് ഇല്ലാതാകുന്നത്. ഇല്ലെങ്കിൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ജീപ്പ് സവാരി മാത്രം ജീവിതമാർഗമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട്, അതുപോലെയുള്ള ജീപ്പുകളുണ്ട്. അപ്പോൾ കൃത്യമായി അവരുടെ ജീവിതമാർഗമാണ് ഇല്ലാതാകുന്നത്. അത് നമുക്ക് പുനഃക്രമീകരിക്കാൻ സാധിക്കണം. എന്തൊക്കെ പറഞ്ഞാലും ടൂറിസം മേഖലയിൽ ഇതൊരു ചെറിയ ഒരു മാന്ദ്യം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ കൃത്യമായി അവർക്ക് വേണ്ട ഫിറ്റ്നസ് അതെങ്ങനെയാണോ നൽകേണ്ടത് എന്ന് അത് പുനഃക്രമീകരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് പുനഃക്രമീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാവിധ ഫിറ്റ്നസ്സുകളും നൽകിക്കൊണ്ട് ആ ജീപ്പ് സവാരി വീണ്ടും ആരംഭിക്കുന്നതിനുള്ള നടപടിയുമായി മുന്നോട്ട് പോകണം. അതൊന്ന് പുനഃക്രമീകരിച്ച് നൽകി ജീപ്പ് സവാരികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആവശ്യപ്പെടുവാനുള്ളത്. അതേസമയം മൂന്നാർ കൊളുക്കുമലയിലേക്ക് സർവീസ് നടത്തുന്ന 238 ജീപ്പുകൾക്ക് നിരോധനം ബാധകമല്ലെന്നാണ് സൂചന. 3 മാസത്തിലൊരിക്കൽ ഇവിടെ സുരക്ഷാ പരിശോധനകൾ നടത്തുന്നുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വാഹനത്തിന്റെ സാങ്കേതിക ഘടകങ്ങളുടെ പരിശോധനകളും അതുപോലെ തന്നെ ഡ്രൈവേഴ്സിന്റെ യോഗ്യതാ പരിശോധനയുമാണ് പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത്. അതിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുള്ള ഡ്രൈവേഴ്സും മതിയായ എക്സ്പീരിയൻസ് ഉള്ളവരെയും മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. 2025 മുതൽ ഒരു ജീപ്പിന് 3000 രൂപയാണ് വാടകയായിട്ട് നിജപ്പെടുത്തിയിട്ടുള്ളത്. അത് സേഫ്റ്റി കമ്മിറ്റിയുടെ മീറ്റിംഗ് കൂടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഒരു വാഹനത്തിൽ 6 പേരെയാണ് പരമാവധി കൊണ്ടുപോകാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. പെട്ടെന്നുള്ള നിരോധനം ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗത്തെ സ്വാധീനിക്കുമെന്നിരിക്കെ മുന്നറിയിപ്പില്ലാതെ ഏർപ്പെടുത്തിയ നിരോധനത്തിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇടുക്കി ജില്ലയിൽ സവാരി ഓഫ് റോഡ് ജീപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ കളക്ടറുടെ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി MC ബിജു. ഇത് ജില്ലയിലെ ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിക്കും. ഉത്തരവ് പിൻവലിക്കാത്ത പക്ഷം വലിയ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുമെന്നും MC ബിജു പറഞ്ഞു. ഈ ജില്ലയിലെ പല പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശത്തെ ജനങ്ങളോട് ആകെയുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നടത്തിയിട്ടുള്ളത്. ഇത് എവിടെ ആലോചിച്ച് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്തോ ഇവിടുത്തെ ടൂറിസം മേഖലയും ഇവിടുത്തെ ജനങ്ങളെ ആകെ വലയ്ക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ഫോക്കസ് ചേർന്നുകൊണ്ട് ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയാണ് ജില്ലാ കളക്ടർ ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. തീർച്ചയായും ഈ ഉത്തരവ് പിൻവലിക്കണം. ഇത് ജനങ്ങളെ മാത്രമല്ല ഈ നാട്ടിൽ ഇതിൻ്റെ ഭാഗമായി ഉപജീവനം കഴിക്കുന്ന
പതിനായിരക്കണക്കിന് വരുന്ന കുടുംബങ്ങളെ ആകെ പട്ടിണിയിലാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപകടം എന്തെങ്കിലും എന്ന് പറഞ്ഞ് ആ അപകടത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കുക, ഉത്തരവുകൾ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് തികച്ചും തെറ്റായ ഒരു സമീപനമാണ്. ഇടുക്കി ജില്ലയിലെ മുഴുവൻ ടാക്സി രംഗത്ത് പണിയെടുക്കുന്ന ഓട്ടോ ടാക്സികൾ, ലൈറ്റ് മോട്ടോർ, അതേപോലെ തന്നെ ഈ പിക്കപ്പ് ഓടിക്കുന്ന ആളുകൾ, എല്ലാവരും എല്ലാ മേഖലയിലും വാഹനം ഓടിക്കുന്ന തൊഴിലാളികൾ ആകെ അണിനിരന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ നയത്തിനെതിരായിട്ടുള്ള പോരാട്ടം നമുക്ക് സംഘടിപ്പിക്കണം. അത് ഇടുക്കി ജില്ലയിലുള്ള വെല്ലുവിളിയാണ്, ടൂറിസത്തോടുള്ള വെല്ലുവിളിയാണ്. ഏതോ രൂപത്തിൽ എവിടെയോ ഒക്കെ മറഞ്ഞു നിന്നുകൊണ്ട്, ചില ഫോക്കസായി നിന്നുകൊണ്ട് അതിൻ്റെ ഭാഗമായി ചില കാര്യങ്ങളാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ ഈ ഇടുക്കി ജില്ലയിൽ പല കാര്യങ്ങളിപ്പോൾ ആയി കഴിഞ്ഞിരിക്കുന്നു. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വാർഡും ലേബർ റൂമും പ്രവർത്തിക്കുന്നത് ബലക്ഷയം എന്ന കെട്ടിടത്തിലെന്ന പരാതി. ഈ കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളൽ രൂപം കൊണ്ടിട്ടുള്ള സ്ഥിതിയുണ്ട്. ബലക്ഷയമുള്ള ഈ കെട്ടിടത്തിൽ നിന്നും പ്രസവ വാർഡ് സുരക്ഷിതത്വമുള്ള മറ്റൊരിടത്തേക്ക് മാറ്റി പ്രവർത്തിപ്പിക്കുകയും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ പ്രസവ വാർഡ് ആശുപത്രിയിൽ യാഥാർത്ഥ്യമാക്കുകയും വേണമെന്നാണ് ആവശ്യം. അടിമാലി താലൂക്ക് ആശുപത്രിക്കായി പുതിയ കെട്ടിട സൗകര്യം ഒരുങ്ങുമ്പോഴും ആശുപത്രിയിലെ പ്രസവ വാർഡ് പ്രവർത്തിക്കുന്നത് വേണ്ടവിധം ഉറപ്പില്ലാത്ത ബലക്ഷയമുള്ള കെട്ടിടത്തിലാണ്. ലേബർ റൂമിന് പുറമെ നവജാത ശിശുക്കളുടെ പരിശോധനാ മുറി, പ്രസവ വാർഡ്, ഫാർമസി, സ്റ്റോർ ഇവയും ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏറെ വർഷത്തെ പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന്. കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളൽ രൂപം കൊണ്ടിട്ടുള്ള സ്ഥിതിയുണ്ട്. ഭിത്തിയുടെ ഭാഗങ്ങൾ ചിലയിടങ്ങളിൽ അടർന്നു പോയിട്ടുണ്ട്. വേണ്ടത്ര ഉറപ്പില്ലാത്ത ഈ കെട്ടിടത്തിൽ നിന്നും പ്രസവ വാർഡും അനുബന്ധ വിഭാഗങ്ങളും സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലേക്ക് ആ പ്രസവ വാർഡ് മാറിയിട്ടുണ്ട്. അവിടെ ഇഷ്ടം അധികം കൂട്ടിരിപ്പുകാരും രോഗികളും പിന്നെ ഡെലിവറിക്ക് വരുന്ന ആളുകളെല്ലാം, സ്ത്രീകളെല്ലാം താമസിക്കുന്ന കിടക്കുന്ന ആ വാർഡാണ്. പക്ഷെ അവിടുത്തെ അധികൃതർ, പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെ അധികൃതരും ആശുപത്രി വിദ്യാഭ്യാസവും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറിയിരിക്കുക. ഏത് നിമിഷവും നിലനിർത്താം, ഏത് നിമിഷവും ആ ബിൽഡിങ് താഴെ വീഴാറായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. പുതിയതായിട്ട് 1-2 ബിൽഡിംഗ് അവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. വളരെ അടിയന്തരമായി തന്നെ അവിടെ കിടക്കുന്ന രോഗികളെയും കുട്ടിയിരിപ്പുകാരെയും പുതിയ ബില്ലിലേക്ക് മാറ്റിയിട്ട് അത് പൂർണ്ണമായും ഒഴിവാക്കുകയും അതിൻ്റെ വൈദ്യുതിയും വെള്ളവും ഉൾപ്പെടെ വിച്ഛേദിച്ചുകൊണ്ട് അത് സുരക്ഷിതമായ രീതിയിലേക്ക് ആളുകളെ മാറ്റി സ്ഥാപിച്ച് അടിയന്തരമായി പൊളിച്ചു മാറ്റി അതേ സ്ഥാനത്ത് തന്നെ പുതിയ ബിൽഡിംഗ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള അടിയന്തരമായ ഒരു ഇടപെടലുകളും നടപടിയും ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. സദാസമയവും സ്ത്രീകളുടെയും ഗർഭിണികളുടെയും കുഞ്ഞുങ്ങളുടെയും കൂട്ടിരിപ്പുകാരുടെയും ഒക്കെ സാന്നിധ്യമുള്ള ഇടമാണ് ആശുപത്രിയുടെ ഭാഗമായി പരാതിക്ക് ഇടവരുത്തിയിട്ടുള്ള പഴയ കെട്ടിടം. ഏതെങ്കിലും സാഹചര്യത്തിൽ കെട്ടിടഭാഗം അടർന്നു വീണാൽ പോലും അത് വലിയ അപകടത്തിന് വഴിയൊരുക്കും. നിലവിൽ കാഷ്വാലിറ്റി ബ്ലോക്ക് ഉൾപ്പെടുന്ന ബഹുനില കെട്ടിടവും ഇതിനോട് ചേർന്ന മറ്റൊരു പുതിയ ബഹുനില കെട്ടിടവും ആശുപത്രിക്ക് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുണ്ട്. താൽക്കാലികമായി ഈ കെട്ടിടങ്ങളിൽ എവിടെയെങ്കിലും പ്രസവ വാർഡ് ക്രമീകരിക്കുകയും പിന്നീട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ പ്രസവ വാർഡ് ആശുപത്രിയിൽ യാഥാർത്ഥ്യമാക്കുകയും വേണമെന്നാണ് ആവശ്യം. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വാർഡ് സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റാൻ നടപടി സ്വീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് എ രാജ MLA. നിലവിൽ പ്രസവ വാർഡ് പ്രവർത്തിക്കുന്നത് വേണ്ടത്ര ഉറപ്പുള്ള കെട്ടിടത്തിലല്ല. ഇതിന് സമീപത്തായി പുതിയതായി പണികഴിപ്പിച്ചിട്ടുള്ള കെട്ടിടത്തിന്റെ ഏറ്റവും താഴത്തെ നിലയിലേക്ക് പ്രസവ വാർഡ് താൽക്കാലികമായി മാറ്റുന്നതിനുള്ള തീരുമാനം എടുക്കും. ആശുപത്രിക്ക് പുതിയൊരു കെട്ടിടം കൂടി പണി കഴിപ്പിക്കുന്നതിന് 5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുള്ളതായും MLA അടിമാലിയിൽ വ്യക്തമാക്കി. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഒരു ബ്ലോക്കിലെ 2 കെട്ടിടങ്ങൾ, ഒന്ന് ലേബർ റൂം, അതുപോലെ ഫീമെയിൽ വാർഡ്. ഇത് രണ്ടും നിലവിൽ അൺഫിറ്റാണ്. 2019 അൺഫിറ്റ് ആയി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിലവിൽ ഞങ്ങൾ ആലോചിക്കുന്നത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെ അൺഫിറ്റ് ഉണ്ടെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഇത് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അടിമാലിയിൽ ഇപ്പോൾ 12.5 കോടിയുടെ ഒരു പുതിയ ബ്ലോക്ക് പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ CCUയുടെ കെട്ടിടവുമായിട്ട് പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ലേബർ റൂമും അതുപോലെ ഫീമെയിൽ വാർഡും, ഈ 2 വാർഡും നമുക്ക് താൽക്കാലികമായി അങ്ങോട്ടേക്ക് മാറ്റി തീരുമാനിക്കാമെന്ന്, അതുപോലെ 5 കോടി രൂപ ഇടുക്കി പാക്കേജിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്, ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. അടിമാലി താലൂക്ക് ആശുപത്രി പുതിയ കെട്ടിടം പണിയുന്നതിന് വേണ്ടി 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അത് പുതിയ ബ്ലോക്കിൽ തന്നെ 5 നില പണിയാമെന്നുള്ള ഫൗണ്ടേഷനാണ് അതിന് നിലവിലിട്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ മേളത്തെ 2 നിലയിൽ, മേളത്തെ നിലയിൽ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 2 നിലയും കൂടെ
പണിത് കഴിഞ്ഞാൽ ഇപ്പോൾ താൽക്കാലികമായി മാറ്റുന്ന വാർഡുകളടക്കം അങ്ങോട്ടേക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്യാമെന്നാണ് ആലോചിക്കുന്നത്. പീരുമേട് പരുന്തുംപാറയിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. കടയുടെ പൂട്ട് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് 10,000 രൂപയും വിവിധ വസ്തുക്കളും അപഹരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കട ഉടമ പീരുമേട് പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത്. പീരുമേട് പരുന്തുംപാറയിൽ താൽക്കാലിക വ്യാപാര സ്ഥാപനം നടത്തുന്ന വർഗീസിന്റെ കടയുടെ പൂട്ട് പൊളിച്ചാണ് മോഷണം നടന്നത്. രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം ഇദ്ദേഹം അറിഞ്ഞത്. തുടർന്ന് നാട്ടുകാരെയും പീരുമേട് പോലീസിലും വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന പരിശോധനയിൽ കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 10,000 രൂപയും വിവിധ വസ്തുക്കളും മോഷണം പോയതായി കണ്ടെത്തി. രാത്രികാലങ്ങളിലടക്കം ഇവിടെ പോലീസ് പെട്രോളിംഗ് കാര്യക്ഷമമല്ലാത്തതിനാൽ മോഷണങ്ങൾ പതിവാകുന്നതായും വ്യാപാരി പറഞ്ഞു. நேற்று நைட்டில் வந்து ரொம்ப கடையை பொழிச்சு கொஞ்சம் சாணங்கள்லாம் தேயிலை ஒரு 10-30 கிலோ போய் எடுத்து போயிட்டுவாங்க. சாக்லேட்டு கொஞ்சம் செல்ஃபில் அடுக்கி வச்சுருந்தேன், சாக்லேட் கொஞ்சம் போயிட்டு, அது மாதிரி முகத்துக்கு வைக்கிற கண்ணாடிகள் 5 பாக்கெட்டு போயிட்டு, பணம் வந்து பள்ளிக்கு கொடுக்கறதுக்காக 2 பாக்ஸில் வச்சுருந்தேன். அது 2லேயும் சேர்ந்து ஒரு 3000 6000 இருக்கும். பின்ன கடையில் சில்லறை வச்சுருந்த கல்லாப்பெட்டியில் இருந்தது 1000 ரூபா இருக்கும். பின்ன வெள்ளி ரூபா 1 ரூபா 2 ரூபா 10 ரூபா எல்லாம் அது வந்து ஒரு 2000 ரூபா இருக்கும். அப்படி ஒரு 10,000 ரூபா கிட்ட கடையில் உள்ள பைசாயும் போயிடுச்சு. எங்களுக்கு ஒரு உத்தராத்தம், இந்த கடைக்கு வந்து உத்தராத்தமான ஒரு இதே கிடையாது. நைட்டு வந்து ஒரு வண்டிக்காரங்க இங்கே வந்து சிவப்பு வண்டிக்காரங்க தண்ணி அடித்து போட்டு நாங்கள் கடை அடைச்சிட்டு போகும்போது இங்கேருந்து இருந்தாங்க. வண்டிக்குள்ளே நம்பர்லாம் நோட் பண்ணலை. நம்ம எப்பவும் போகிற மாதிரி நம்ம பார்த்துட்டு போயிட்டோம். அதாவது இதில் வந்து போலீஸ் இதில் வந்து நல்ல ஒரு எங்களுக்கு ஒரு காவல், ஒரு நல்ல ஒரு தீர்வு இதுக்கு நல்லா எடுத்துறணும். ഗ്രാമ്യ എസ്റ്റേറ്റിൽ ജോലി ചെയ്തു വരുന്ന വർഗീസിന് ശമ്പളം ലഭിച്ചിട്ട് മാസങ്ങളായി. കടയിൽ നിന്നുള്ള വരുമാനമായിരുന്നു 4 അംഗ കുടുംബത്തിന്റെ ആശ്രയം. സംഭവത്തിൽ പീരുമേട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്ത്രീ ശാക്തീകരണമെന്ന് പ്രസംഗിക്കുമ്പോഴും അത് രാജ്യത്ത് നടപ്പിലാക്കുന്നില്ലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. CPI ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി തടിയമ്പാട് സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗാർഹിക പീഡന നിരോധന നിയമം പോലും നടപ്പിലാക്കാൻ രാജ്യത്ത് കഴിഞ്ഞിട്ടില്ലെന്നും ജെ ചിഞ്ചുറാണി കുറ്റപ്പെടുത്തി. രാജ്യത്തെ പാർലമെന്റ് എടുത്തു പരിശോധിച്ചാൽ സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞിരിക്കുന്നത് കാണാം. 500-ലധികം അംഗങ്ങളുള്ള പാർലമെന്റിൽ 10%-നും 15%-നും ഇടയിലാണ് സ്ത്രീ പ്രാതിനിധ്യം. കഴിഞ്ഞ ഭരണകാലഘട്ടം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പാണ് BJP സർക്കാർ ഒറ്റ ദിവസം കൊണ്ട് സ്ത്രീകൾക്ക് 33% സംവരണം നൽകുന്ന ബിൽ പാസാക്കിയത്. 2024 തിരഞ്ഞെടുപ്പിലും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത തിരഞ്ഞെടുപ്പിലും അത് നടപ്പിലാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ഗാർഹിക പീഡന നിരോധന നിയമം പോലും നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിട്ട് അതുൾപ്പെടെ നടപ്പിലാക്കുവാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ രാജ്യത്തും നിലനിൽക്കുന്നു എന്നുള്ളത്. രാജ്യത്തിൻ്റെ പാർലമെന്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ പാർലമെന്റിൽ പോലും നമുക്കറിയാം 10%-നും 15%-നും ഇടയ്ക്ക് മാത്രമാണ് ഇന്ത്യയിലെ സ്ത്രീ പ്രാതിനിധ്യം എന്നുള്ളതാണ്. 500-ന് മേൽ ആൾക്കാരുള്ള പാർലമെന്റിൽ പോലും സ്ത്രീ പ്രാതിനിധ്യം ഇത്രയധികം കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരായിട്ടുള്ള ശക്തമായ നിലയിലുള്ള പ്രക്ഷോഭ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് നമ്മുടെ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമൻ ശക്തമായ നിലയിലുള്ള പ്രക്ഷോഭ സമരങ്ങളിലേക്ക് പോകുന്നത് നാം കാണും. ജൂലൈ 17 മുതൽ 20 വരെ കട്ടപ്പനയിൽ നടക്കുന്ന CPI ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് തടിയമ്പാട് വനിതാ സംഗമം സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് സ്ത്രീകൾ മുന്നിട്ടിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്ത വനിതകൾ സൂംബ ഡാൻസും അവതരിപ്പിച്ചു. സൂംബ ഡാൻസിൽ മന്ത്രിയും പങ്കെടുത്തു. കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ES ബിജിമോൾ വിഷയാവതരണം നടത്തി. മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് ശാന്തി മുരുകൻ അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി ജയ മധു, CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, KC ആലീസ്, MK പ്രിയൻ, TR ബിനു തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നാറിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ ആക്രമണം. കാട്ടുകൊമ്പൻ ഓട്ടോറിക്ഷ തകർത്തു. മൂന്നാർ സൈലന്റ് വാലി എസ്റ്റേറ്റ് 3-ാം ഡിവിഷനിലാണ് സംഭവം നടന്നത്. വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ ആനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നാർ സൈലന്റ് വാലി എസ്റ്റേറ്റ് 3-ാം ഡിവിഷനിലാണ് സംഭവം. ഗൂഡാർവിള സ്വദേശി ജഗന്റെ ഓട്ടോറിക്ഷയാണ് പടയപ്പ തകർത്തത്. മൂന്നാറിൽ നിന്ന് സൈലന്റ് വാലിക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ പടയപ്പയുടെ മുമ്പിൽ പെടുകയായിരുന്നു. ഡ്രൈവർ ഉൾപ്പെടെ 3 പേരാണ് ഓട്ടോയിലുണ്ടായിരുന്നത്. ആന പാഞ്ഞെടുത്തതോടെ യാത്രക്കാർ ഓടി രക്ഷപ്പെട്ടു. ആർക്കും പരിക്കുകളില്ല. എന്നാൽ പടയപ്പ തുമ്പിക്കൈ കൊണ്ടടിച്ച് ഓട്ടോറിക്ഷ തകർത്തു. ഒരാഴ്ച മുമ്പാണ് പടയപ്പ മറയൂർ മേഖലയിൽ നിന്ന് മൂന്നാറിലെത്തിയത്. തെന്മല, കുണ്ടുമല പ്രദേശങ്ങളിൽ കൃഷി നശിപ്പിച്ച ആന വെള്ളിയാഴ്ച രാത്രി മാട്ടുപ്പെട്ടിയിലുള്ള ദേവികുളം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഇറങ്ങിയിരുന്നു. നാട്ടുകാർ ബഹളം വെച്ചതോടെയാണ് ആന പിൻവാങ്ങിയത്. വണ്ണപ്പുറം 40 ഏക്കറിൽ ലോറി തോട്ടിലേക്ക് മറിഞ്ഞ അപകടം. വണ്ണപ്പുറം ചെലച്ചുവട് റോഡിൽ 40 ഏക്കറിൽ കലുങ്ക് നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് തോട്ടിലേക്ക് മറിഞ്ഞത്.
രാവിലെയാണ് അപകടം നടന്നത്. എറണാകുളത്ത് നിന്ന് ഗൂഗിൾ മാപ്പ് നോക്കി ഹൈറേഞ്ചിലേക്ക് ലോഡും കയറ്റിയെത്തിയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വണ്ണപ്പുറത്ത് നിന്ന് മുണ്ടൻമുടി കയറ്റം കയറാതെ വന്നതോടെ വാഹനം തിരിച്ചു പോകുന്ന വഴിക്കാണ് അപകടമുണ്ടായത്. 40 ഏക്കർ ഭാഗത്ത് വെച്ച വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇവിടെ കലുങ്ക് നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ആവശ്യമായ സൂചനാ ബോർഡുകൾ ഇല്ലായിരുന്നു. ഇതോടെ ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട തോട്ടിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. അപകടത്തിൽ വാഹനത്തിന്റെ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച രാമക്കൽമേട് വണ്ണപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളോട് കഞ്ഞിക്കുഴി പഞ്ചായത്ത് മുഖം തിരിക്കുന്നതായി ആരോപണം. സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താത്തത് മൂലം സംസ്ഥാന പാതയുടെ നിർമ്മാണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എം മണി വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് വണ്ണപ്പുറം രാമക്കൽമേട് സംസ്ഥാന പാത അനുവദിച്ചത്. രാമക്കൽമേട് നിന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ മുൻപേ ആരംഭിച്ചിരുന്നു. കമ്പംമെട്ട തൂക്കുപാലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. എന്നാൽ സ്ഥലം ഏറ്റെടുത്ത് നൽകുവാൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് തയ്യാറാകാത്തത് മൂലം സംസ്ഥാന പാതയുടെ നിർമ്മാണം കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ എങ്ങുമെത്തിയിട്ടില്ല. ഈ റോഡ് വണ്ണപ്പുറം രാമക്കൽമേട് റോഡ് എന്ന് പറഞ്ഞാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. എല്ലാ പഞ്ചായത്തിലും, അതായത് നമ്മുടെ മണിയാശാൻ്റെ ഉടുമ്പൻചോലിലുള്ള എല്ലാ വർക്കും കഴിഞ്ഞു. പക്ഷേ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാത്തതുകൊണ്ടാണെന്നുള്ളതാണ് അറിയിപ്പ് വരുന്നത്. ഇന്ന് ഈ റോഡിലൂടെ ഒരു ഓട്ടോറിക്ഷ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നിൽക്കുന്നത്. ഒരു കാൽനട യാത്ര പോലും പറ്റാത്ത അവസ്ഥയാണ്. അടിയന്തരടി കഞ്ഞിക്കുഴി പഞ്ചായത്ത് വേണ്ടപ്പെട്ട അധികാരികൾ ഈ റോഡിന് വേണ്ടി നമുക്ക് മന്ത്രിയുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ അത് ഈ റോഡ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. നിരവധി അവികസിത ഗ്രാമങ്ങളിലൂടെയാണ് സംസ്ഥാന പാത കടന്നു പോകുന്നത്. ഹൈറേഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലൂടെ കടന്നു പോകുന്ന പാത കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ വികസനത്തിനും വഴിവെക്കും. എന്നാൽ സ്ഥലം ഏറ്റെടുത്ത് നൽകുവാൻ അധികൃതർ തയ്യാറാകാത്തത് മൂലം കഞ്ഞിക്കുഴിയിലെ റോഡ് നിർമ്മാണം പ്രതിസന്ധിയിലാണ്. നിരവധി തവണ മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും വിഷയം ചൂണ്ടിക്കാണിച്ചെങ്കിലും ഭരണസമിതി അനങ്ങാപ്പാറ നയം തുടരുകയാണെന്നാണ് ആരോപണം. അപകടങ്ങൾ തുടർക്കഥയായി മലയോര ഹൈവേയിൽ കാഞ്ചിയാർ പാലാക്കടയ്ക്ക് സമീപത്തെ വളവ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 2ഓളം അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ഇതിനു മുൻപും ഈ ഭാഗത്ത് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോഡ് നിർമ്മാണത്തിൽ ഈ ഭാഗത്തുണ്ടായിരിക്കുന്ന അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിൽ കാഞ്ചിയാർ പാലാക്കടയ്ക്ക് സമീപത്തെ വളവാണ് വാഹനയാത്രികർക്ക് അപകടക്കെണിയായി മാറുന്നത്. ഇരുചക്ര വാഹനയാത്രികരാണ് ഈ ഭാഗത്ത് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 2 അപകടങ്ങൾ ഉണ്ടാകുകയും ബൈക്ക് യാത്രികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റോഡ് നിർമ്മാണത്തിലുണ്ടായ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന സമയത്ത് വളരെ പ്രതീക്ഷയോടെ കൂടിയാണ് പാലാക്കട നിവാസികൾ ഈ പ്രദേശത്തെ കണ്ടിരുന്നത്. കാരണം ഈ വളവെല്ലാം നൂർത്ത് ഇവിടെ നല്ലൊരു റോഡ് കിട്ടും എന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. മുൻപൊക്കെ നടന്നുകൊണ്ടിരുന്ന അപകടങ്ങൾക്കെല്ലാം ഒരു മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഈ പാലാക്കട ഈ മലയോര ഹൈവേ വരുമ്പോൾ വീണ്ടും സ്ഥിതി അതുതന്നെയാണ്. വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ, വഴിക്ക് വേണ്ട വീതി കൊടുക്കാതെ, വളവ് നൂർക്കേണ്ട വിധത്തിൽ നൂർക്കാതെ, ചില സ്വകാര്യ വ്യക്തികളെ സഹായിച്ചുകൊണ്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റ് വ്യവസ്ഥയിലാണ് ഈ മലയോര ഹൈവേയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മുമ്പ് വണ്ടികൾ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ നേരെ ആ വീടിൻ്റെ മുറ്റത്താണ് പോയി കിടന്നിരുന്നതെങ്കിൽ ഇന്നത്തെ അവസ്ഥയെന്ന് പറയുന്നത് ഡെയിലി ഈ ദിവസം എന്നോണം ഈ വളവിൽ ഇടി നടക്കുകയാണ്. ഇത് ചില സ്വകാര്യ വ്യക്തികളുടെ താല്പര്യപ്രകാരം എല്ലാ സ്ഥലത്തും ഈ റോഡിന് സെറ്റ് ബാക്ക് പറയുന്നത് 18 മീറ്ററാണ് പറയുന്നത്. ഈ 18 മീറ്റർ തത്വം പാലിച്ചാണ് എല്ലാവരും നിർമ്മാണം നടത്താൻ പാടുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ മതിലിനും അല്ലെങ്കിൽ ഈ കാടിനുമൊക്കെ ഈ സെറ്റ് ബാക്ക് എന്തുകൊണ്ട് ബാധകമല്ല? എന്തുകൊണ്ട് ഇത് മലയോര ഹൈവേയുടെ ഭാഗമാണെങ്കിൽ അവിടെ എടുത്തുകൊണ്ട് ഈ റോഡിന് വീതി കൂട്ടിക്കൂടാ? അതിനകത്ത് ഈ ഉദ്യോഗസ്ഥന്മാർ ഒത്തുകളിക്കുന്നതായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 2 ചെറുപ്പക്കാരുടെ കാല് ഒടിയുന്നത് ഞങ്ങളുടെ കൺമുമ്പിൽ കാണുകയാണ്. അപ്പോൾ ഈ ചെറിയൊരു 15 ദിവസത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇവിടെ ഈ റോഡിൻ്റെ വളവ് നിവർത്തി തരുന്നതിന് ആവശ്യമായ നടപടി അധികൃതർ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ഈ റോഡ് മലയോര ഹൈവേ ആക്കി നവീകരിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഭാഗം ഒരു അപകട മേഖലയായിരുന്നു. വളവിന്റെ മധ്യഭാഗത്തു നിന്നുമാണ് പാലാക്കട പുതിയ പാലം റോഡിലേക്ക് തിരിയുന്നത്. ഇതുവഴിയും വാഹനങ്ങൾ പ്രധാന റോഡിലേക്ക് എത്തുന്നുണ്ട്. വളവിന് ദൈർഘ്യം കൂടുതലുള്ളതിനാൽ ഇരുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ അടുത്തെത്തുമ്പോൾ മാത്രമേ ഡ്രൈവർമാർക്ക് ദൃശ്യമാകുകയുള്ളൂ. ഇതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. റോഡിന്റെ നവീകരണം നടന്ന വേളയിൽ വളവ് നിവർക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു. എന്നാൽ സ്ഥലം ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തടസ്സം നേരിട്ടതിനാലാണ് വളവ് നിവർത്താൻ സാധിക്കാതെ പോയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. വണ്ടിപ്പെരിയാർ 63-ാം മൈലിൽ റോഡരികിൽ നിൽക്കുന്ന വൻമരം അപകട ഭീഷണി ഉയർത്തുന്നു. ഇതോടെ മരം മുറിച്ചു മാറ്റണമെന്ന ആവശ്യവുമായി പ്രദേശവാസികളും രംഗത്തെത്തി.
കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ 63-ാം മൈലിലാണ് റോഡരികിൽ നിൽക്കുന്ന വൻമരം അപകട ഭീഷണി ഉയർത്തുന്നത്. വർഷങ്ങളുടെ പഴക്കമുള്ള വൻമരത്തിന്റെ ചുവട് ദ്രവിച്ച അവസ്ഥയിലാണ്. ഇതോടെ മരം ഏതു നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് താഴെ കൃഷിക്കാർ ജോലി ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ വഴി മെയിൻ റോഡ് എല്ലാത്തിൻ്റെ സൈഡിലായത് കാരണം ഈ മരം കേടായിട്ട് നിൽക്കുകയാണ്. അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പല പ്രാവശ്യം പെടുത്തിയിട്ടുണ്ട്. കളക്ടർക്ക്, തഹസിൽദാർക്ക്, പഞ്ചായത്തിലെ വില്ലേജിൽ ഇവർക്കെല്ലാം നമ്മൾ പരാതി മെയിൽ ചെയ്തിട്ടും ഈ മരം വെട്ടിമാറ്റുന്നതിന് ആവശ്യമായ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇവിടെ സ്കൂൾ കുട്ടികളും യാത്രക്കാരും നിരവധി പോകുന്ന ഈ മേഖലയിൽ ഈ ഒരു അപകടകരമായ നിങ്ങൾക്ക് നോക്കിയറിയാം, ഈ മരത്തിൻ്റെ ഇവിടെ ഇതുപോലൊരു കണ്ടമാനം പൊത്ത് പിടിച്ചിരിക്കുകയാണ്. അത് കേടായിട്ട് നിൽക്കുകയാണ്. ഏത് സമയവും ഒടിഞ്ഞു വീഴാം. ദേശീയപാത അധികൃതരെയും പഞ്ചായത്ത് അധികൃതരെയും വിഷയം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. ശക്തമായ മഴയത്തോ കാറ്റിലോ വൻമരം ഒടിഞ്ഞു വീഴാനും സാധ്യത ഏറെയാണ്. വിഷയത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. കാഞ്ചാർ സ്വരാജ് സൈൻ പബ്ലിക് സ്കൂളിൽ NCC നേവൽ യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു. നേവൽ കമാൻഡിംഗ് ഓഫീസർ ക്യാപ്റ്റൻ അനിൽ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിലെ ആദ്യത്തെ ഇന്ത്യൻ നേവൽ NCC യൂണിറ്റിനുള്ള അംഗീകാരമാണ് സ്വരാജ് സൈൻ പബ്ലിക് സ്കൂളിന് ലഭിച്ചത്. ജില്ലയിൽ ഇതാദ്യമായാണ് ഒരു നേവൽ യൂണിറ്റ് CBSE സ്കൂളിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ മേഖലയിലേക്ക് സംഭാവന നൽകാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യൂണിറ്റ് ആരംഭിച്ചത്. ഇതോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ നേവൽ കമാൻഡിംഗ് ഓഫീസർ ക്യാപ്റ്റൻ അനിൽ വർഗീസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ, പ്രിൻസിപ്പൽ ഫാദർ റോണി ജോസ്, ഉദ്യോഗസ്ഥരായ അരവിന്ദ്, രഞ്ജിത്ത്, മനോജ് മാത്യു, റിച്ചി പനക്കൽ, PTA അംഗം അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നാറിന്റെ നിരത്ത് കീഴടക്കിയ ഗജരാജനാണ് പടയപ്പ. വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒരേപോലെ പ്രിയപ്പെട്ടവൻ. പടയപ്പയോടുള്ള സ്നേഹം മൂന്നാറിലെ കുട്ടികൾ ചിത്രങ്ങളാക്കിയ വിശേഷങ്ങളാണ് ഇനി. വനമഹോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി വനം വകുപ്പ് ഒരുക്കിയ ചിത്രരചനാ മത്സരത്തിലായിരുന്നു പടയപ്പ താരമായത്. മൂന്നാർ ആംഗ്ലോ തമിഴ് മീഡിയം LP സ്കൂളിലെ 50 വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മൂന്നാറിന്റെ പ്രകൃതി ഭംഗിയായിരുന്നു വിഷയം. മിക്കവരും വരച്ച ചിത്രത്തിൽ പടയപ്പ ഇടം പിടിച്ചു. നമ്മൾ വനമഹോത്സവത്തിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ 1-ാം തീയതി മുതൽ നടത്തി വരികയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ആംഗ്ലോ ഇന്ത്യൻ LP സ്കൂളിൽ മൂന്നാർ അവിടെ ഒരു ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളാണ് അതിൽ പങ്കെടുത്തത്. ഏകദേശം 50ഓളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. അപ്പോൾ മൂന്നാറിന്റെ ഭംഗി അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രകൃതി സൗന്ദര്യം വരയ്ക്കാനാണ് അവരോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ എല്ലാ കുട്ടികളും വരച്ചപ്പോൾ ഇതിന്റെ ഒരു കോണില് ഈ എല്ലാ ചിത്രങ്ങളിലും പടയപ്പയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. കാരണം ഈ ചെറിയ കുട്ടി 1 മുതൽ 4 വരെ ക്ലാസ്സിലെ കുട്ടികളിൽ പോലും പടയപ്പ ഒരു വികാരമായിട്ട് അവരുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ളൊരു ഇതാണ് നമുക്ക് കിട്ടിയത്. കാടിനേക്കാൾ പടയപ്പയ്ക്ക് പ്രിയം എന്നും ജനവാസ മേഖലകളാണ്. ഏതാനും നാളുകളായി ചെറിയ ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും പൊതുവെ ശാന്തനായ പടയപ്പ കുട്ടികളെ പോലും എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇവർ വരച്ച ചിത്രങ്ങൾ. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. മൂന്നാർ ഗുണ്ടുമല എസ്റ്റേറ്റിൽ നിന്നും മാട്ടുപ്പെട്ടി ജലാശയം നീന്തിക്കിടന്ന് കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാർ മേഖലയിലെത്തി. മഴക്കാഴ്ചകൾ തേടി മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയായി പടയപ്പയുടെ സാന്നിധ്യം. സോഷ്യൽ മീഡിയയിലും വാർത്തകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പടയപ്പയെ കണ്ടുമടങ്ങിയത് നിരവധി സഞ്ചാരികളാണ്. മറയൂർ അതിർത്തിയിലെ ചക്കക്കാലം കഴിഞ്ഞാൽ ഗുണ്ടുമല എസ്റ്റേറ്റിലെ വാഴകൃഷിയാണ് പടയപ്പയുടെ ലക്ഷ്യം. അത് കഴിഞ്ഞാൽ മാട്ടുപ്പെട്ടിയിലെ വഴിയോര കടകൾ, പിന്നീട് മൂന്നാർ മേഖലയിലെ വിവിധ എസ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ചാവും യാത്ര. ഇത് തോട്ടം തൊഴിലാളികളുടെ ഉറക്കം കെടുത്തുമെങ്കിലും പടയപ്പ മൂന്നാറുകാർക്ക് പ്രിയങ്കരനാണ്. കൂടാതെ ഇപ്പോൾ മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ അന്വേഷണം നടത്തുന്നതും പടയപ്പയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം മാട്ടുപ്പെട്ടി ജലാശയം നീന്തിക്കിടന്ന് മാട്ടുപ്പെട്ടി
പുൽമേട്ടിൽ ശാന്തനായി തീറ്റ തേടിയ പടയപ്പ മണിക്കൂറുകളോളം സമീപത്തെ പുൽമേട്ടിൽ നിലയുറപ്പിച്ചു. മൂന്നാർ കാഴ്ചകൾ ആസ്വദിക്കാനെത്തിയ സഞ്ചാരികൾക്ക് പടയപ്പയുടെ സാന്നിധ്യം ഇരട്ടി മധുരമായി. നിരവധി സഞ്ചാരികളാണ് പടയപ്പയുടെ ദൃശ്യം മൊബൈലിൽ പകർത്തിയത്. சுற்றி பார்க்கறதுக்காக வந்துட்டு இருக்கும்போது இங்கே படையப்பான்ற ஒரு எலிஃபெண்ட்டை பார்த்தோம். ரொம்ப சந்தோஷமாக இருக்குது. ஃபஸ்ட் டைம் நாங்கள் மூணார் போகிறதுக்கு ஃபஸ்ட் டைம் அந்த படையப்பை பார்த்ததில் ரொம்ப சந்தோஷம். நேற்று மதியம் மதுரையிலேருந்து மூணார் வந்து சேர்ந்தாங்க. நேற்று மதியம் வந்ததுலேருந்து மூணாருடைய கிளைமேட் வந்து ரொம்ப நல்லா இருக்குது. இதெல்லாம் இரவுக்குள்ளம்லாம் போய் பார்த்துட்டு வந்தோம். இப்போ இங்கே வர்ற வழியில் ஒரு எலிஃபெண்ட் பார்த்தோம். அது பேர் வந்து படையப்பான்னு சொன்னாங்க. படையப்பா படம் வந்த நேரத்தில் இந்த இதுக்குள்ளே வந்திருக்கு மூணாருக்குள்ளே, அதனால் அது பேரை வந்து படையப்பான்னு வச்சுருக்காங்க. ரொம்ப நல்லா இருக்குது. படையப்பா யானை பார்த்துட்டு இருக்கிறோம். நாங்கள் வந்ததுனால அது வந்ததா தெரியல, அது வந்ததுனால நாங்கள் வந்திருக்கிறோமோ தெரியல. நல்லா என்ஜாய் பண்ணோம். നീണ്ട വളഞ്ഞ കൊമ്പുകളും ഉയർന്ന മസ്തകവുമായി ആനസുന്ദര്യത്തിന്റെ പൂർണ്ണതയായ പടയപ്പ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 275, വിൽപ്പനയ്ക്ക് വന്നത് 63,446, വിൽപ്പന നടന്നത് 61,808, കൂടിയ വില 3,168, ശരാശരി വില 2,490. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 665 രൂപ, ഇലം കൂടിയ വില 2,400, ഇലം ശരാശരി വില 2,000. കാപ്പിപ്പരിപ്പ് 380, ഗ്രാമ്പു 750, കൊക്കോ 90, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,010 രൂപ, വെള്ളി 120. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ സംഘർഷം. ചാണ്ടി ഉമ്മൻ MLA ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മെഡിക്കൽ കോളേജുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ BJP തൊടുപുഴയിലും ചെറുതോണിയിലും സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷം. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ച സൂചനാ പണിമുടക്ക് നടത്തും. സമരം 140 കിലോമീറ്ററിലധികം ദൂരം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, വിദ്യാർത്ഥി കൺസെഷൻ പുനർപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ഇടുക്കിയിൽ ജീപ്പ് സഫാരിക്ക് നിരോധനം. ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയത് അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ. നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ടൂറിസം മേഖലയിൽ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന ജീപ്പ് സഫാരികൾക്ക്.
അടിമാലി താലൂക്ക് ആശുപത്രിയിലെ പ്രസവ വാർഡും ലേബർ റൂമും പ്രവർത്തിക്കുന്നത് ബലക്ഷയം വന്ന കെട്ടിടത്തിലെന്ന് പരാതി. കെട്ടിടത്തിന്റെ പല ഭാഗത്തും വിള്ളൽ രൂപം കൊണ്ടിട്ടുള്ള സ്ഥിതി. ആശുപത്രിയിലെ പ്രസവ വാർഡ് സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റാൻ നടപടി സ്വീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് എ രാജ MLA. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.